حتى غدا عن طريق الوحي منهزم من الشياطين يقفو إثر منهزم. തൊട്ടുമുമ്പുള്ള വരിയിൽ പറയുന്നുണ്ട്, ആകാശഗംഗയിൽ തീഗോളങ്ങൾ ഇറക്കിയിട്ട് ഈ പറയുന്ന ശൈത്താന്മാരെ ഓടിച്ചു. അത് എത്രത്തോളം ആ തീഗോളം വർഷിച്ചു? ഹത്താ വദ, പോയി മറയുന്നത് വരെ, അൻ ത്വരീഖിൽ വഹയി, വഹയിന്റെ അദൃശ്യജ്ഞാനത്തിന്റെ പാതയിൽ നിന്ന് വഴിയെ തൊട്ട് പോയി മറയുന്നത് വരെ, മുൻഹസിമും മിന ശയാത്വീനി, ശൈത്താന്മാരിൽ നിന്ന് തോറ്റോടുന്നവൻ ഈ വഹയിന്റെ പാതയും വിട്ട് പോയി മറയുന്നത് വരെ ഈ പറയുന്ന കൊള്ളിയാനുകൾ വർഷിക്കപ്പെട്ടു. യഖുഫു ഇസ്റ മുൻഹസിമി, അവരുടെ ഓട്ടത്തെ വിശദീകരിക്കുകയാണ്. യഖുഫു, ഒരാൾ പിന്തുടരുന്നു, ഇസ്റ മുൻഹസിമി, മുന്നിലോടുന്നവന്റെ കാൽപ്പാടുകളെ. അഥവാ വരി വരിയായി അവര് കൂട്ടം കൂട്ടമായി ഒന്നിനു പുറകെ ഒന്നായി അവര് വഹയിന്റെ പാതയെ തൊട്ട് ഓടി മറഞ്ഞു, ഓടി രക്ഷപ്പെട്ടു. അവർക്കവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. ഈ പറയുന്ന വാനലോകത്ത് നിന്ന് ശൈത്വാന്മാരെ അട്ടിയോടിച്ചു എന്ന സംഭവങ്ങളൊക്കെ സൂറത്ത് ജിന്നിന്റെ 9-ാമത്തെ ആയത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ മഹാനായ ഇമാം ബൂസീർ റഹ്മത്തുള്ളാഹി അലൈഹി പാടുന്നതൊക്കെ തോന്നിയത് പാടുന്നതല്ല, മറിച്ച് ആയത്തിന്റെയും അതുപോലെ തന്നെ ഹദീസിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. അതുപോലെ തന്നെ ഇതുപോലെ വാനലോകത്ത് നിന്ന് ശൈത്വാന്മാരെ ഓടിക്കുന്ന ഒരു രംഗം നുബുവത്തിന്റെ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് ലഭിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ട്. അഥവാ മുത്തനബിക്ക് ഖുർആൻ വഹിയായി ഇറങ്ങുമ്പോൾ ആ വഹി ഇറങ്ങുന്ന സമയത്ത് അതിൽ ശൈത്താന്റെ ഒരു സ്പർശനം പോലും ഇല്ലാതെ ഖുർആനിന്റെ ആയത്തുകളെ സംരക്ഷിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് ലഭിക്കലോടുകൂടെ വാനലോകത്തുള്ള ശൈത്താന്മാരുടെ ഈ സ്വൈര്യവിഹാരം അവസാനിപ്പിച്ചു. അതുവരെ അവർക്ക് അവിടെ നടക്കുന്ന സംഭാഷണങ്ങളൊക്കെ ജ്യോത്സ്യന്മാർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നുബുവത്തിന് ശേഷം അതെല്ലാം അവിടെ ബ്ലോക്ക് ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ മുമ്പൊരു വരിയിൽ ചർച്ച ചെയ്തിരുന്നു, വൽജിന്നു തഹ്തിഫു എന്ന് പറഞ്ഞ ആ വരിയിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു, ജിന്നുകൾ അട്ടഹസിച്ചു. അഥവാ നുബുവത്ത് കിട്ടുന്ന സമയത്തും ജിന്നുകൾ അട്ടഹസിച്ചിട്ടുണ്ട്. അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബികൾ പിൽക്കാലത്ത് പിന്നീട് വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. അതാ അട്ടഹസിച്ചത് ഇതിന്റെ പേരിലാണ്. അഥവാ നുബുവത്ത് കിട്ടലോടുകൂടെ ആകാശഗംഗയിലുള്ള വാനലോകത്തുള്ള അവരുടെ ശൈത്വാന്മാരുടെ ഈ പറയുന്ന സ്വൈര്യവിഹാരം അവസാനിച്ചു. അത് ഓർത്തിട്ടാണ് അവരന്ന് അട്ടഹസിച്ചിരുന്നത്.